അപ്പോൾ ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത് നമ്മുടെ ഓണത്തിനെ കുറിച്ചാണ്. നമ്മൾ എത്ര പഞ്ഞം നമ്മുടെ വീട്ടിലുണ്ടായാലും നമ്മൾ ഓണം മനോഹരമായി ആഘോഷിക്കാൻ ഇരിക്കുന്നതാണ്. ഒരു മാവേലി വരിക എന്നൊക്കെ പറയും നമ്മൾ. ഒരു പുൽക്കളി ഉണ്ടായിരിക്കാം, പല തരത്തിലുള്ള കളികൾ, ഊർക്കെട്ട് കളി, അതുമാതിരി കണ്ണടച്ചിട്ടുള്ള സുന്ദരി പൊട്ടുതൊഴിൽ, അങ്ങനെ ഒരുപാട് നമ്മൾ ആഘോഷങ്ങൾ. അതുപോലെ തന്നെ പൂക്കളം, അത്തം തൊട്ട് 10 ദിവസം എല്ലാ വീടുകളിലും ക്രിസ്ത്യനിയാണോ ഹിന്ദു ആണോ മുസ്ലിം ആണോ അങ്ങനെയൊന്നുമില്ല, ഓണം എല്ലാവർക്കും കൂടിയിട്ടുള്ളതാണ് ഓണാഘോഷം. അപ്പോൾ എല്ലാവരും ആ ഓണാഘോഷത്തിന് വേണ്ടി ഒരുങ്ങിയിരിക്കുകയാണ്. ഇപ്പോൾ പ്രത്യേകിച്ച് അത്തം ഒക്കെ കഴിഞ്ഞു, ഓണം അങ്ങനെ അടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഓണാഘോഷത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അതുമാതിരി നമ്മൾ തുണികളിൽ കടകളിൽ ഇപ്പം നാൾ പറഞ്ഞു കേട്ടു, ഒരു 2 ഡ്രസ്സിന് എത്ര 600 റുപ്യുള്ളോ, അതുമാതിരി നല്ല വില കുറവിലാണ് അവർ പറയുന്നത്. അവിടെ ചെല്ലുമ്പോൾ എങ്ങനെയാണെന്ന് നമുക്കറിയില്ല. ഒരുപാട് വില കുറവിൽ ഓണം പ്രമാണിച്ച് തുണിയായിട്ടും മറ്റുള്ള സാധനങ്ങളായിട്ടും അല്ല കുറേ കടകളിൽ അങ്ങനെ നമുക്ക് വിലക്കുറവിൽ സാധനങ്ങൾ കിട്ടും ഇല്ലേ. അതുമാതിരി ഈ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പൂക്കൾക്ക് നല്ല വിലയാണ്. എന്താണെന്ന് വെച്ചാൽ ഒരുവിധം ആൾക്കാരൊക്കെ പൂക്കളിടുന്ന കാരണം പൂക്കൾക്ക് ഒരുപാട് വിലയുള്ള സമയമാണ്. ചുണ്ടൻമല്ലി ആയാലും ഏത് പൂവായാലും നല്ല വിലയുണ്ട്. കാശിന് മേടിക്കാൻ പോകാൻ നല്ല പൈസയും കൈ പിടിച്ച് പോയാലേ പറ്റുള്ളൂ. അപ്പോൾ ഓണം അതുമാതിരി നമ്മൾ ഓണത്തിൻ്റെ അന്ന് സദ്യ, നമ്മുടെ പച്ചക്കറി എന്തെന്ന് പറയുക, മേശപ്പുറം നിറയെ കറികൾ വയ്ക്കുന്ന ഒരു ദിവസമാണ് നമ്മൾ ഓണസദ്യ. പപ്പടം, പായസം, പഴം പുഴുങ്ങിയത്, ശർക്കരപ്പേരി, അതുമാതിരി നല്ല 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 കറികൾ എണ്ണാൻ പറഞ്ഞിട്ട് ഇഞ്ചമ്പുളി ഇഞ്ചമ്പുളി അച്ചാറും ഇല്ലാത്ത പപ്പടവും ഇല്ലാത്ത സദ്യ ഉണ്ടാവില്ല. പിന്നെ നമുക്ക് ഇഷ്ടമുള്ള കറികൾ വയ്ക്കാം, സാമ്പാറും, ഇതൊക്കെ മെയിനായിട്ടുള്ള സംഭവം. പിന്നെ നമ്മുടെ ഇപ്പോൾ നാളൊരു ദിവസം ഞാൻ ഒരു വീഡിയോ കണ്ടു, അതിൽ എത്രയാണ് അതിൽ എണ്ണാൻ പറ്റില്ല നമുക്ക്, അത്രയും കറികളാണ് കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നത്. അതൊരു ആൾക്കാർക്കൊരു ഇത് വരാനില്ല, അത് കഴിക്കാൻ വേണ്ടിയിട്ടല്ല, ഒരു മത്സരം പോലെയാണ് അത് കണ്ടത് ഞാൻ. അപ്പോൾ എന്നതുപോലെ നമ്മുടെ മനസ്സിന് നമ്മൾ ഒരുപാട് സന്തോഷം കണ്ടെത്തുന്നത്. അതുമാതിരി ചില വിഷമം അനുഭവിച്ച് കിടക്കുന്ന കുടുംബങ്ങളെ സപ്പോർട്ട് ചെയ്യാം, അവർക്ക് ഒരു നേരത്തെ ഭക്ഷണം നമ്മൾ കൊടുക്കാൻ ശ്രമിക്കും. അതുപോലെ ഒരു ജോഡി ഡ്രസ്സ് എടുത്ത് കൊടുക്കുക വേദനിക്കുന്നവർക്ക്. അതുമാതിരി ചിലപ്പോൾ ഒരുപാട് സമ്പാദ്യം, ഒരുപാട് പൈസയൊക്കെയുള്ള മാതാപിതാക്കളായിരിക്കും. മക്കളുടെ വക മാതാപിതാക്കൾക്ക് ഡ്രസ്സ് വാങ്ങിച്ചു കൊടുക്കുന്ന മക്കൾ ഒരുപാടുണ്ട്. പിന്നെ മക്കളുടെ ഭാര്യ, ഭർത്താവ് എന്ന് പറഞ്ഞിട്ട് അവർ കുടുംബത്തിന് മാത്രം ഡ്രസ്സ് വാങ്ങിക്കുക, അവിടെ പെറ്റ് വളർത്തി അപ്പനും അമ്മയ്ക്കും ഒരു ജോഡി ഡ്രസ്സോ അല്ലെങ്കിൽ അവർക്കൊരു സന്തോഷത്തിന് ഒന്നും കൊടുക്കാത്ത അനേകം മക്കളൊന്നുണ്ട്. അപ്പോൾ ഈ ഓണത്തിനനുസരിച്ച് ഓണം നമുക്ക് വരുന്നുള്ളൂ. ഓണം വരുന്നതിന് വേണ്ടി എനിക്ക് പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ. നമ്മൾ ആദ്യം നമ്മുടെ കുടുംബത്ത് സന്തോഷം കണ്ടെത്തണം, എന്നിട്ട് വേണം നമ്മൾ പുറമെ മറ്റുള്ളവർക്ക് കൊടുക്കാൻ. നമ്മൾ കുടുംബത്ത് ആർക്കൊക്കെയാണ് വേദന വിഷമം അനുഭവിക്കുന്നത്, ആർക്കൊക്കെയാണ് ചിലപ്പോൾ അവരുടെ കയ്യിൽ ഒരുപാടുണ്ടായിരിക്കും. ഒരു ചെറിയൊരു നൈറ്റിയോ അല്ലെങ്കിൽ ഇത് വലിയ പൈസയോ അല്ലെങ്കിൽ ഇപ്പം ഞാൻ ഇതിന് മുന്നൊരു വീഡിയോയിൽ എനിക്ക് കിട്ടിയ സമ്മാനങ്ങൾ വലിയ സമ്മാനങ്ങളൊന്നും അല്ലാത്തത്, ചെറിയ ചെറിയ സമ്മാനമാണ്. പക്ഷേ അതൊക്കെ എൻ്റെ ജീവിതത്തിൽ വലിയ വലിയ സമ്മാനങ്ങളാണ്. അപ്പോൾ ഈ ഓണം വരികയാണ്. അപ്പോൾ സാധിക്കുന്നവർ പറ്റുന്ന തരത്തിൽ ആർക്കെങ്കിലുമൊക്കെ എന്തെങ്കിലും ചെറിയ ചെറിയ സമ്മാനമായിട്ട് കൊടുക്കാൻ നോക്കണം, നമ്മൾ കിട്ടുന്നതിന്ന്. പിന്നെ അനാവശ്യമായി ഈ സമ്മാനം കിട്ടിയത് അവർ തന്നത് അത് വിലയില്ലാതെ കളയരുത്. അത് ഓരോരുത്തരുടെയും അവരെ മനസ്സറിഞ്ഞ് തരുന്ന സമ്മാനങ്ങളാണ്, അത് നന്നായി സ്വീകരിക്കണം. പിന്നെ ഓണപ്പടയൊക്കെ കിട്ടി, ചിലർക്ക് കിട്ടിയിട്ടുണ്ടായിരിക്കും. എനിക്ക് ഓണപ്പടയൊക്കെ കിട്ടിയിട്ടുണ്ട്, തയ്ച്ചിട്ടില്ല. അത് ഞാൻ അടുത്തൊരു വീഡിയോയിൽ കാണിച്ചു തരാം. തുണി തയ്ച്ചിട്ടില്ല. എൻ്റെ ജീവിതത്തിൽ തുണി തരത്തിൽ കിട്ടിയ സമ്മാനങ്ങളെക്കുറിച്ചൊക്കെ ഞാൻ അടുത്തൊരു വീഡിയോയിൽ നമുക്ക് പറഞ്ഞു തരാം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ നമ്മുടെ കുടുംബത്ത് ആർക്കെങ്കിലും
മനസ്സിനെ വേദനിപ്പിക്കാതെ ഓണം സന്തോഷകരമാക്കണം. ചെറിയൊരു യാത്ര മാതാപിതാക്കളെ കൊണ്ടുപോകാൻ മക്കൾ ശ്രമിക്കണം. അതുമാതിരി ഭാര്യയും മക്കളെ കൊണ്ടുപോവുക. അതുമാതിരി കുടുംബം അന്നത്തെ ഈ ഓണം ആഘോഷിക്കുന്ന ഒരു ദിവസം വീട്ടിൽ തിക്കും തിരക്കും ബഹളമൊന്നുമില്ലാതെ സന്തോഷം നിറഞ്ഞ ഒരു കുടുംബമാവാൻ എല്ലാവരും അതിന് വേണ്ടി പ്രത്യേകം ഒരുങ്ങണം. അതുമാതിരി നല്ല നല്ല യാത്ര, അതുമാതിരി നല്ല നല്ല കാഴ്ച, അതുമാതിരി വേദനിക്കുന്നവരുടെ മുമ്പിലേക്ക് കടന്നു വരാനും എല്ലാ മക്കളും ശ്രമിക്കണം എന്ന് പ്രത്യേകം പറയാണ്. അപ്പോൾ എല്ലാവർക്കും ഓണത്തിൻ്റെ എല്ലാ ആശംസകളും പറയാണ്. എല്ലാവരെയും ഓണം മനോഹരമാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തണം കേട്ടോ. ഇനി അടുത്ത വീഡിയോയുമായി ഓണപ്പടയുമായിട്ട് അടുത്ത വീഡിയോയുമായി ഞാൻ വരാം കേട്ടോ. ശരി കേട്ടോ.